Vivo X300 Pro ഈ ഒരു ഡിവൈസിൽ ഞാൻ 500 കൂടുതൽ ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ടുണ്ട്, 30 കൂടുതൽ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് ആപ്പിളിനെക്കാട്ടും സാംസങ്ങിനെയും കാട്ടൊക്കെ ബെറ്റർ ആയിട്ട് ഫോട്ടോസ് എടുക്കുന്ന ഒരു ഡിവൈസ്. ആൻഡ് ഇത് ഞാൻ വെറുതെ ഇരുന്ന് പറയുന്നതല്ല, ഇതിനെ പ്രോപ്പർ ആയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മൾ പ്രോപ്പർ ആയിട്ട് കുറെ ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യാവുന്നതാണ്. കാരണം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല എഫേർട്ട് ഇതിലേക്ക് എടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ക്യാമറാസ് എന്ന് വെച്ചാൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇതൊരു ക്യാമറ സെൻട്രിക് ഫോൺ ആണല്ലോ. സോ ക്യാമറ സെൻട്രിക് ഫോൺ ആയതുകൊണ്ട് തന്നെ കുറെ കിടിലം സെൻസേഴ്സ് ആണ് ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കാണാൻ നല്ല വലിപ്പമൊക്കെ ഉണ്ട്. മാത്രമല്ല ഇതിന്റെ ക്യാമറ മൊഡ്യൂൾ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. സോ അത്രയും കിടിലം സെൻസേഴ്സും ആണ് ഈ ഒരു ഫോണിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതും ഒരു റീസൺ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ LYT828 എന്ന് പറയുന്ന സെൻസർ ആണ്. ആൻഡ് ഈ ഒരു സെൻസർ ഈ ഒരു ഫോണിൽ മാത്രമല്ല ഓപ്പോന്റെ Find X9 സീരീസിലും വരുന്നുണ്ട്. അതായത് Find X9ലും Find X9 Proയിലും ഇതേ സെയിം സെൻസറാണ് വരുന്നത്. ഇതൊരു 1 ഇഞ്ച് സെൻസർ അല്ല, അതിനെക്കാട്ടൊക്കെ ലേശം സൈസ് കുറവാണ്. എങ്കിലും ഇതിന്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളേഴ്സ് ആണ്. HDR പെർഫോമൻസ് ആണെങ്കിലും ഈ ഒരു പ്രൈമറി സെൻസറിന്റെ അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. HDR പെർഫോമൻസ് എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. കിടിലൊരാണ് ഷാഡോസിലുള്ള ഡേറ്റ റിക്കവർ ചെയ്യുന്നത്. നല്ല കിടിലൻ സെൻസർ തന്നെയാണ് പ്രൈമറിയിൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിൽ പ്രൈമറി സെൻസറിലെ സ്കിൻ ടോൺസ് ആണെങ്കിലും വളരെ നല്ലതാണ്. ഒരുപാട് സ്മൂത്തനിങ് ഒന്നും നടക്കുന്നില്ല. ആ ഒരു സെൻസറിന്റെ ക്വാളിറ്റി ഇവിടെ കാണാനും ഉണ്ട്. പിന്നെ ഉള്ളതാണ് 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്. ഇതിന്റെ അൾട്രാ വൈഡ് പെർഫോമൻസും എനിക്ക് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു രീതിയിൽ ഒരു മോശപ്പെട്ട അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അല്ല, എന്നാൽ കളർ ഷിഫ്റ്റ് ചെറിയ രീതിയിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സോ വിവോ ഒരു അപ്ഡേറ്റ് പുഷ് ചെയ്ത് ഇതുകൂടെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതൊരു മേജർ കുറ്റമായിട്ട് ഞാൻ പറയത്തില്ല. കാരണം എല്ലാവരും അടുപ്പിച്ചല്ല ഫോട്ടോസ് എടുത്ത് ചെക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയൊന്നും ഒരു യൂസ് വരുന്നില്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും നോട്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ വിവോ ഇതെന്തായാലും ഫിക്സ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ്. മാത്രമല്ല ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്ത വിവോ X300 ഈ ഒരു ഇഷ്യൂ ഞാൻ ഫീൽ ചെയ്തിട്ടേ ഇല്ല. എന്തായാലും X300ന്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ വീഡിയോ എടുത്തേക്കാം. ഇതിനെ കാട്ടൊക്കെ കുറച്ചുകൂടെ ഒക്കെ അഫോർഡബിൾ ഫോണാണ്. മാത്രമല്ല ഒരു കോമ്പാക്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിന്റെ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ ഒരു ഫോണിന്റെ കാര്യം പറയാനാണെങ്കിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പെർഫോമൻസും വളരെ നല്ലതാണ്. ഡീറ്റെയിൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാത്രമല്ല HDR പെർഫോമൻസും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നല്ലത് തന്നെയാണ്. ഞാൻ പല ലൈറ്റിംഗ് കണ്ടീഷൻസിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് HDR പെർഫോമൻസ് വളരെ നല്ല രീതിയിലാണ് ഈ ഒരു ഫോൺ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഈ ഷാഡോസിലൊക്കെ വരുന്ന ഡേറ്റാസ് റിക്കവർ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു സെൻസർ പണിയെടുക്കുന്നുണ്ട്. സോ ടോട്ടലി പറയാനാണെങ്കിൽ പ്രൈമറിയും അൾട്രാ വൈഡും നല്ല ക്യാമറാസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിലെ മെയിൻ സ്റ്റാർ ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയോ പ്രൈമറിയോ ഒന്നുമല്ല. ഇതിൽ കൊടുത്തിട്ടുള്ള പെരിസ്കോപ്പ് ലെൻസ് തന്നെയാണ്. 3.5x സാംസങ്ങിന്റെ HPB എന്ന് പറയുന്ന സെൻസറാണ്. സോ ഈ ഒരു സെൻസർ സാംസങ്ങും വിവോ ആയിട്ട് കോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാക്കിയ സെൻസറാണ്. ഇതേ സെയിം സെൻസറാണ് നമ്മുടെ വിവോ X300 പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്നത്. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 200 മെഗാ പിക്സലാണ് ഇവിടുത്തെ പെരിസ്കോപ്പ് ആയിട്ട് വരുന്നത്. ഈ ഒരു വിവോ സാംസങ്ങിന്റെ കൊളാബറേഷനിൽ വന്ന സെൻസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഹോപ്പ് വിവോ നല്ല രീതിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ് ഇതിന്റെ 200 മെഗാ പിക്സൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു 3.5x നാച്ചുറൽ ബോക്കെ നോക്കുകയാണെങ്കിലും വളരെ നല്ല നാച്ചുറൽ സെപ്പറേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു സെൻസർ ആയതുകൊണ്ട് തന്നെ അതിന്റെ പെർഫോമൻസും കൂടെ കാണാൻ പറ്റും. നല്ല HDR പെർഫോമൻസ് കിട്ടുന്നുണ്ട്, നല്ല ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. സ്കിൻ ടോൺ ആണെങ്കിലും 3.5x വളരെ നല്ലതാണ്. എന്നാൽ 10x പോകുമ്പോൾ ഇതിൽ സ്കിൻ ടോൺ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആകുന്നുണ്ട്. ഐ ഹോപ്പ് വിവോ ഒരു അപ്ഡേറ്റ് പുഷ് ചെയ്ത് ഇത് ഫിക്സ് ചെയ്യുമെന്ന്. അതല്ലാതെ മേജർ ഇഷ്യൂ ഒന്നും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു 10x സ്കിൻ ടോണിൽ മാത്രമേ ആ ഒരു സ്മൂത്തനിങ് നടക്കുന്നുള്ളൂ. ഒരുപാടൊന്നും ഞാൻ പറയത്തില്ല, ബട്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ സ്മൂത്തനിങ് നടക്കണോണ്ട് തന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് എനിക്ക് ഫേസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഫേസിൽ മാത്രമേ എനിക്ക് ആ ഒരു എഫക്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളൂ. നോർമലി 10x ഇട്ട് ഫോട്ടോ എടുക്കാനാണെങ്കിൽ കിടിലാണ്. അത് പ്രത്യേകിച്ച് ബേർഡ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ദൂരോട്ട് ഏതെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ എടുക്കാനാണെങ്കിൽ വളരെ നല്ല ഡേറ്റയാണ് ഇത് റിക്കവർ ചെയ്തെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു വിവോ നല്ല രീതിയിൽ AI യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറച്ചുകൂടെ നല്ല ഹയർ മെഗാ പിക്സലുള്ള സെൻസർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒക്കെ ക്രോപ്പിംഗ് ചെയ്യുമ്പോഴും ഡീറ്റെയിൽസ് അവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വെൽ ഡീറ്റെയിൽഡ് ആണ്. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിവോ X300 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. 10x ആക്ച്വലി യൂസബിൾ ആണ് ഡീറ്റെയിൽസിന്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു താറാവിന്റെ ഫോട്ടോയും അല്ലെങ്കിൽ ഈ ഒരു ബേർഡ്സിന്റെ ഒക്കെ ഫോട്ടോസും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ക്യാമറ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ 4K ലിട്ടിനെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി ഒരു ഏകദേശം ഐഡിയെങ്കിലും കിട്ടത്തുള്ളൂ. പിന്നെ മാക്സിമം 100x വരെ സൂം ചെയ്യാൻ പറ്റും. അത് നോക്കുകയാണെങ്കിലും ആക്ച്വലി വളരെയധികം ഇംപ്രസീവ് ആണ്. ഈ ഒരു സെൻസറിൽ ഒരുപാട് AI പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല റീഡബിൾ റിസൾട്ട് കിട്ടും. അതായത് ഈ ബോർഡൊക്കെ വായിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൂരെയുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നതാണ്. ഒരുപാട് AI യൂസ് ചെയ്ത് പ്രോസസ് ചെയ്യുന്നുണ്ട്, എങ്കിലും യൂസബിൾ റിസൾട്ട് കിട്ടുന്നത് തന്നെ വലിയ കാര്യം. പിന്നെ ഈ ഒരു പെരിസ്കോപ്പിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ 200 മെഗാ പിക്സൽ ആണ്. നല്ല പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു
ഒരു മാജിക് ഇതിലുള്ള ആ ഒരു മാക്രോ മോഡിൽ കിട്ടുന്നുണ്ട്. ബേസിക്കലി ഇതിലെ മാക്രോ എന്ന് പറയുന്നത് ടെലി മാക്രോ ആണ്. സോ ടെലിഫോട്ടോ ലെൻസ് യൂസ് ചെയ്തിട്ടാണ് മാക്രോ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇതുപോലത്തെ കിടില മാക്രോസ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്ത് ടെസ്റ്റ് ചെയ്തു. എനിക്ക് ഇതിന്റെ പെർഫോമൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. നിങ്ങൾക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാൻ യാതൊരു ഇഷ്യൂ ഇല്ല. ഇതുപോലത്തെ ഔട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നതാണ്. ആ ഒരു 200 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് 10x അല്ലെങ്കിൽ 20x പോലും ചില ഫോട്ടോസ് ക്യാപ്ചർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വെൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ മാക്രോ ഫോട്ടോസും അടിപൊളി തന്നെയാണ്. അപ്പോൾ ക്യാമറ ഓവറോൾ ബാക്കിലുള്ള 3 ക്യാമറാസും നല്ല കിടിലം ക്യാമറാസ് തന്നെയാണ് വിവോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലെ പോർട്രേറ്റ്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. നല്ല എഡ്ജ് കട്ടൗട്ടാണ്. വിവോ ഫോൺസിന്റെ മെയിൻ ഹൈലൈറ്റ് അതിന്റെ പോർട്രേറ്റ് ഫോട്ടോസ് തന്നെയാണ്. ആ ഒരു എഡ്ജ് കട്ടൗട്ട് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഓരോ മൈന്യൂട്ട് ഹെയർ വരെ ഈ ഒരു ഫോണിൽ ക്യാപ്ചർ ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കട്ടൗട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും വളരെ ക്യാമറയിലൊക്കെ വരുമ്പോഴത്തെ ഒരു നാച്ചുറൽ ഫെയ്ഡ് ഓഫ് ഉണ്ട്. സോ ആ ഒരു രീതിയിലുള്ള സെപ്പറേഷൻ ആണ് കിട്ടുന്നത്. അത് ഒരുപാട് ദൂരേക്ക് വെച്ച് എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല കിടില റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ ഇതിന്റെ കിടിലം പ്രോസസ്സിംഗ് തന്നെയാണ് മെയിൻ റീസൺ. പിന്നെ ഇതിൽ 24mm 35mm 50mm 85mm ഫോട്ടോസ് എടുക്കാതെയാണ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിൽ 135mm വരെ പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റും. അതും യൂസബിൾ തന്നെയാണ്. പക്ഷെ ആ ഒരു ഫോക്കൽ ലെന്തിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ച് നിർത്തുകയാണെങ്കിൽ പോർട്രേറ്റ്സിന്റെ സ്കിൻ ടോണും ഡീറ്റെയിൽസും എല്ലാം അടിപൊളി തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലുള്ള 50 മെഗാ പിക്സൽ നല്ലതാണ്. നല്ല സ്കിൻ ടോൺസ് നല്ല ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് അവിടെയും യാതൊരു ഇഷ്യൂ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് വരുന്ന ഫോട്ടോസ് അത്യാവശ്യം നല്ല വെൽ ഡീറ്റെയിൽഡ് ആണ്. മാത്രമല്ല കട്ടൗട്ട് ആണെങ്കിലും വളരെ നല്ലതാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് 4K 60 FPS വീഡിയോസ് എടുക്കാൻ പറ്റും. ഡോൾബി വിഷൻ വീഡിയോസ് എടുക്കാൻ പറ്റും. സോ അതും അത്യാവശ്യം വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എനിക്ക് ആക്ച്വലി ഇതിന്റെ വീഡിയോ പെർഫോമൻസ് വളരെ നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ആപ്പിൾ ആയിരുന്നു കമ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നല്ല വീഡിയോ പെർഫോമൻസ് തന്നെയാണ്. ഒട്ടും തന്നെ മോശമൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഫ്ലാഗ്ഷിപ്പ് ലെവൽ വീഡിയോസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും 4K 60 വീഡിയോസ് എടുത്തപ്പോഴും അത്യാവശ്യം സ്റ്റേബിൾ ആയിരുന്നു. പിന്നെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് 4K 60 പോർട്രേറ്റ് വീഡിയോ എടുക്കാനാണ്. അതിന്റെ ക്വാളിറ്റിയും ആക്ച്വലി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിലുള്ള 3 ക്യാമറാസ് യൂസ് ചെയ്ത് നമുക്ക് 4K 60 FPS ലെൻസ് ഒക്കെ സ്വിച്ച് ചെയ്തുകൊണ്ട് വീഡിയോസ് എടുക്കാനാണ്. നല്ല സ്മൂത്ത് വീഡിയോസ് ആണ്. ഒരു രീതിയിലുള്ള ജിറ്ററിങ് എഫക്റ്റോ ഒരു ലാഗോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ടാണ് ഈ ഒരു ഫോണിൽ ലെൻസ് സ്വിച്ച് ചെയ്യുന്നത്. സോ അതും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഈ വീഡിയോസ് എന്ന് പറയുന്നത് 4K 60 FPS ഡോൾബി വിഷൻ വീഡിയോ ആണ്. സോ ഡോൾബി വിഷനിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഫീച്ചറും ഈ ഒരു ഫോണിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറാസിൽ വരുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പോർട്രേറ്റ് വീഡിയോ ബാക്കിലെ പ്രൈമറി സെൻസർ യൂസ് ചെയ്തും ആ ഒരു 3.5x യൂസ് ചെയ്തും റെക്കോർഡ് ചെയ്യാനാണ്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ലോഗ് വീഡിയോസ് എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ കളർ ഗ്രേഡ് ഒക്കെ ചെയ്യണമെങ്കിൽ 4K 60 FPS 10-bit ലോഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ലോഗ് വീഡിയോസിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനാണ്. നല്ല കളർ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു ലോഗ് ഫുട്ടേജ് യൂസ് ചെയ്യാനായി കിട്ടുന്നതാണ്. സോ കളർ ഗ്രേഡ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. ഒരു സിനിമയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗ് ഫുട്ടേജ് നല്ലോണം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൈമറി സെൻസർ യൂസ് ചെയ്ത് 8K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാം. 8K നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല ഫയൽ സൈസ് എടുക്കുന്നതാണ്. സോ അതും കൂടെ മൈൻഡിലേക്ക് വെച്ചിട്ട് ഇതിൽ 8K വീഡിയോ എടുക്കാൻ വേണ്ടി പോവുക. എന്തായാലും നല്ല ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് ക്രോപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8K യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്യാമറ ഓവറോൾ പറയാനാണെങ്കിൽ ബാക്കിലുള്ള 3 ക്യാമറാസ് ആണെങ്കിലും ഫ്രണ്ടിലുള്ള ക്യാമറ ആണെങ്കിലും ഈ ഒരു ഫോണിലുള്ള ക്യാമറാസ് കിടിലാണ്. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കാര്യം മൈൻഡിലുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ പോയി പർച്ചേസ് ചെയ്തോളൂ. ആൻഡ് ഈ ഒരു അടിപൊളി ഫോട്ടോസ് കാണാൻ വേണ്ടി ഫ്രണ്ടിലുള്ള കിടിലൻ ഡിസ്പ്ലേ കൂടെ കാണാതെയാണ്. ഇത് 6.78 ഇഞ്ചിന്റെ ഒരു LTPO OLED ഡിസ്പ്ലേ ആണ്. 120 Hz റീഫ്രഷ് റേറ്റ് എടുത്തിട്ടുണ്ട്. LTPO ആയതുകൊണ്ട് തന്നെ 1 Hz to 120 Hz സ്വിച്ച് ആവുന്നതാണ്. 2160 Hz PWM ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം നല്ലതാണ്. നല്ല ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെയാണ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു കാര്യത്തിലൊക്കെ ഒരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് എങ്ങനെയാണോ ഫീച്ചേഴ്സ് തരുന്നത് അതെല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലും കിട്ടുന്നുണ്ട്. ആൻഡ് സ്പീക്കർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള സ്പീക്കർ പെർഫോമൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് നെറ്റ്ഫ്ലിക്സിൽ ഞാൻ സീരീസ് കണ്ടായിരുന്നു. സോ ഇതിൽ ഡോൾബി വിഷന്റെ സപ്പോർട്ടും HDR10+ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. ആൻഡ് ഇതിന്റെ സ്പീക്കർ ആണെങ്കിലും ഈ ഒരു മൾട്ടിമീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതായത് ആ ഡിപ്പാർട്ട്മെന്റിലൊന്നും യാതൊരു കുറ്റവും പറയാനില്ല. പിന്നെ പെർഫോമൻസിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ Dimensity 9500 ചിപ്സെറ്റ് ആണ് മെയിൻ ചിപ്സെറ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ വേറെ 2 അഡീഷണൽ ചിപ്സെറ്റ് വരുന്നുണ്ട്. നമ്മുടെ Vivo X300 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോണിൽ വിവോന്റെ V3+ എന്ന് പറയുന്ന ചിപ്പ് വരുന്നുണ്ട്. ഈ ഒരു ഫോണിലും Vivo V3+ ചിപ്പ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വിവോന്റെ VS1 എന്ന് പറയുന്ന ചിപ്പ് കൂടെ വരുന്നുണ്ട്. സോ ബേസിക്കലി ഈ 2 ചിപ്സെറ്റും വേറൊന്നുമല്ല. വിവോന്റെ V3+ എന്ന് പറയുന്ന ചിപ്സെറ്റ്
പോസ്റ്റ് പ്രോസസ്സിങ്ങിന് വേണ്ടിയും ഈ ഒരു VS1 എന്ന് പറയുന്ന ചിപ്സെറ്റ് പ്രീ പ്രോസസ്സിങ്ങിന് വേണ്ടിയും. സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ Dimensity 9500ന്റെ ISP മാത്രമല്ല സെപ്പറേറ്റ് 2 ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി. ആൻഡ് അതിന്റെ പെർഫോമൻസ് ആണ് നിങ്ങൾ നേരത്തെ ഇതിന്റെ ക്യാമറയിൽ കണ്ടത്. അത്യാവശ്യം കിടിലൻ ക്യാമറ പെർഫോമൻസ് വരാനുള്ള റീസണും വിവോന്റെ ഇൻ ഹൗസ് ചിപ്പ് തന്നെയാണ്. ആൻഡ് Dimensity 9500നെ പറ്റി ഇനി കൂടുതലൊന്നും എടുത്ത് പറയണ്ടല്ലോ. ഇതൊരു 3 നാനോമീറ്ററിൽ ബേസ് ചെയ്ത ചിപ്സെറ്റ് ആണ്. പ്രൈം കോർ നോക്കുകയാണെങ്കിൽ 4.21 GHz ക്ലോക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ GPU എന്ന് പറയുന്നത് ARM ബേസ് ചെയ്തിട്ടുള്ള G1 Ultra ആണ്. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണ്. ആന്റിറ്റു സ്കോർ നോക്കുകയാണെങ്കിൽ 3.4 മില്യന്റെ ആന്റിറ്റു സ്കോർ ആണ് കിട്ടുന്നത്. 63% CPU ത്രോട്ടൽ സ്റ്റെബിലിറ്റി ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഈ ഒരു ഫോണിന്റെ നല്ലത് തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ 3D മാർക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിന്റെ സ്റ്റെബിലിറ്റി 43% ആണ്. ആൻഡ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ പോലും ഈ ഒരു ഫോൺ ഒരു രീതിയിലും ഓവർ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. നല്ല വെൽ കൺട്രോൾഡ് ആയിരുന്നു. ആൻഡ് ഒരു ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് BGMA പോലത്തെ ഗെയിംസ് ടെസ്റ്റ് ചെയ്തപ്പോൾ 120 FPS കിട്ടുന്നുണ്ട്. പിന്നെ മറ്റേ ഗെയിം മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, 4D വൈബ്രേഷൻ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ നോർമലി വിവോ ഫോൺസിൽ വരുന്നതാണ്. അതൊക്കെ ഇവിടെയും കിട്ടുന്നുണ്ട്. ആൻഡ് വൈബ്രേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിടിലാണ്. നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്. സോ ആ കാര്യം വെച്ച് പറയാനാണെങ്കിൽ ഇതിലൊരു ഫ്ലാഗ്ഷിപ്പ് മോട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ട്യൂണിംഗ് നോക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. ആൻഡ് UFS 4.1ന്റെ സ്റ്റോറേജ് ടൈപ്പും LPDDR5X Ultra എന്ന് പറയുന്ന റാം ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിന്റെ റാം സ്റ്റോറേജ് വേരിയന്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ബേസിക്കലി ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ആൻഡ് ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി ആക്കാനുള്ള മെയിൻ റീസൺ ഇതിലുള്ള സോഫ്റ്റ്വെയറും കൂടെയാണ്. വിവോന്റെ ഫൺ ടച്ച് OS അല്ല, OS 6 ആണ് വരുന്നത്. ഓൾറെഡി OSന്റെയും ColorOSന്റെ ഒരു ചെറിയ കമ്പാരിസൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം ആ ഒരു വീഡിയോ. അപ്പോൾ ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള ബഗ്ഗും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോഫ്റ്റ്വെയർ അങ്ങ് ഒഴുകി നടക്കുകയാണ്. ഒരു രീതിയിലുള്ള സ്മൂത്ത്നെസ് ഇഷ്യൂവോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ലാഗോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വളരെ സ്മൂത്തും സ്റ്റേബിളും ആണ് ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആൻഡ് 5 വർഷത്തേക്കുള്ള മേജർ OS അപ്ഡേറ്റും 7 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും വിവോ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 6510 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെയാണ് 40 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെയൊന്നും യാതൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ബാറ്ററി ലൈഫ് ഞാൻ ടെസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് 1 day ഈസിലി കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ച് കൂടുതൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിന്റെ ബാറ്ററി പറ്റി ഒരു പ്രോപ്പർ ഐഡിയ പറയാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഫാസ്റ്റ് ചാർജിങ് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. 40 വാട്ട്സിന്റെ വയർലെസ് ചാർജർ എൻ്റെ കയ്യിലില്ല. നോർമൽ വയർലെസ് ചാർജർ വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. സോ അവിടെയൊന്നും വേറെ ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ USB ജനറേഷൻ 3.2 എടുത്തിട്ടുണ്ട്. Wi-Fi 7 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് കൊടുത്തിട്ടുള്ളത്. 5G കണക്ടിവിറ്റി ആണെങ്കിലും കോൾ ക്വാളിറ്റി ആണെങ്കിലും അവിടെയൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല. പിന്നെ ഇതിന്റെ ബിൽഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ബിൽഡ് ആണ്. സൈഡിൽ നോക്കുകയാണെങ്കിൽ അലുമിനിയം ഫ്രെയിം ആണ്. അതുപോലെ തന്നെ ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ ഒരു സൈഡിൽ ഒരു ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിവോന്റെ ഒരു ഒറിജിൻ ബട്ടൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. സോ ആ ഒരു ബട്ടണിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമലി ആപ്പിളിൽ കാണുമ്പോൾ സൈലന്റ് ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കമാൻഡ് കൊടുക്കാം, ഫ്ലാഷ് ലൈറ്റ് അങ്ങനെയൊക്കെ കമാൻഡ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അതുപോലത്തെ ഒരു ബട്ടണും വരുന്നുണ്ട്. ആൻഡ് ഓവറോൾ നല്ല പ്രീമിയം ഇൻ ഹാൻഡ് ഫീലും ആണ് ഈ ഒരു ഫോൺ തരുന്നത്. ഇതിൽ വളരെ മൈനർ ആയിട്ടുള്ള ക്യാമറ ഇംപ്രൂവ്മെന്റ്സ് മാത്രമേ പറയാനുള്ളൂ. അതും വളരെ കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ഹൈ ക്വാളിറ്റി ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് ഇനി ഒരു ഡിവൈസും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. സോ അതുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു കൺക്ലൂഷൻ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ സാംസങ്ങിനെയും കാട്ടും ആപ്പിളിനെയും കാട്ടൊക്കെ ബെറ്റർ ആയിട്ട് ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും ഓപ്പോന്റെ Find X9 Pro ആയിട്ടൊക്കെ പറ്റിയാണെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.